നമസ്കാരം. പുതുയുഗ യാത്ര തെളിയിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സതീശനെ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാണ്. ഇന്നിപ്പോ ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. ഈ പുതുയുഗ യാത്രയിൽ PR ക്യാമറക്കാരെ എല്ലാം നിറച്ചു നിർത്തിയിട്ട് ഈ ആദരിക്കൽ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആദരിക്കൽ പരിപാടിക്ക് വേണ്ടി ഒരു നിഷ്കളങ്കനായ കോൺഗ്രസ്സുകാരനെ ഒരു ഷോളും കൊടുത്ത് കയറ്റിവിടുകയാണ്. കയറ്റിവിടുമ്പോൾ നിങ്ങൾ തന്നെ ദൃശ്യം കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും. കണ്ടില്ലേ? ഒന്നുകിൽ എന്ത് ചെയ്യണം, ആ കയറി പോണ ഒരു ഫോട്ടോ കാണിച്ചിട്ട് തന്നെ ഈ കാണുന്ന ആളാണ് നമ്മുടെ ആള്, ഇപ്പോൾ എന്ത് ചെയ്യണം, ഈ കൈയിരിക്കുന്ന ഷോൾ അണിയിക്കണം എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈ ഇട്ട് കൊടുക്കേണ്ട ആരാണെന്ന് അറിയും. നേരെ വിട്ടു പോയി അവിടെ ചെല്ലുമ്പോൾ ആർക്കാണ് എന്താണ് സതീശൻ കൈ കാണിച്ചിട്ട് ഞാനാണെന്ന് ചെറിയ ചെറിയ അല്ലേ നമ്മുടെ ഞോണ്ടലെന്ന് പറയില്ലേ, ചെറുതായിട്ട് ചൊറിഞ്ഞു പറഞ്ഞ് ഞാനാണ് ആൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ന് പറയുമ്പോഴും അയാൾക്ക് അറിയണ്ടേ ഏതാവർക്കെന്തോ അതിൻ്റെ നടുക്ക് കയറിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ അതേ ആളന്വേഷിച്ച് പോകുമ്പോഴാണ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒടുവിൽ ആദരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഗതികേട് ആലോചിച്ചു. ഇതൊക്കെ ഈ ഷോൾ അണിയിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം നേതാവിനെ കാണുമ്പോൾ ആവേശപൂർവ്വം അവരുടെ അണികൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ എന്ത് ആവേശം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതെന്ത് ആവശ്യത്തിന് എന്ന് നമുക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥയുണ്ടത്. ഇമാതിരി ഊളത്തരങ്ങളാണ് പുതുയുഗ യാത്രയിൽ നടക്കുന്നത്. പിന്നെ കുറച്ച് ക്യാമറക്കാരെ സെറ്റ് ചെയ്ത്, കുറച്ച് മാധ്യമങ്ങളെ സെറ്റ് ചെയ്ത് ഞങ്ങൾ എന്തോ സംഭവ ബഹുലമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് മതി ചില കോൺഗ്രസ് മനസ്സുകൾക്ക്. അവരെ സംബന്ധിക്കുന്നിടത്തോളം എന്തോ കാടളവി വരും പോലെയാണ്. ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഒരു ചുക്ക് സംഭവിക്കുന്നില്ല. മാധ്യമങ്ങൾ പോലും വേണ്ടത്ര പരിഗണന കൊടുക്കാത്തൊരു യാത്രയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. കാര്യം ഓരോ ദിവസവും ഓരോരോ കലാപരിപാടികൾ. നേരത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള പലരെയും വിളിച്ച് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ കോപ്പി അടിച്ചു കൊണ്ടുപോയി സതീശൻ ക്യാമറകൾക്ക് മുന്നിലിരുന്ന ആൾക്കാരെ കേൾക്കുന്നു, അതിന് സതീശൻ തലയും ചൊറിഞ്ഞ് എവിടെ കേട്ടോണ്ടിരിക്കുന്നു, എന്നിട്ട് എഴുതിയെടുക്കുന്നതായിട്ട് അഭിനയിക്കുന്നു. എന്തിനാണിതൊക്കെ? ഈ എഴുതി കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പോവുകയാണ്? സതീശൻ നേരത്തെ ചെയ്ത കണക്ക് കീറിക്കളയാൻ വേണ്ടി ക്യാമറകൾക്ക് മുന്നിൽ ഷോ കാണിക്കുന്നു എന്നതിനപ്പുറം ഒരു ചുക്കും നടക്കുന്നില്ല. ഈ യാത്ര നടത്തുന്ന വ്യക്തിയോ കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ആരെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല. പിന്നെയാണ് മനോരമ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നു മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ളത് സതീശൻ എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യം തന്നെയാണ് അതിന് ഉത്തരം.